ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇപ്പം ഒരു കമ്പനിയുടെ സെയിൽസ് 15 മുതൽ 20% വളർന്നു, എന്നാൽ ഒരു പ്രോഫിറ്റ് 30 മുതൽ 40% വളരാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അതിൽ വേഗത്തിൽ ഇവിടെ വളരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു അമേസിംഗ് കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പൊ നമ്മളിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പം ഫിക്സഡ് കോസ്റ്റ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിന്നാൽ സെയിൽസ് നമുക്ക് കിട്ടുന്ന ഓരോ അഡീഷണൽ രൂപയും പ്രോഫിറ്റിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റ് റവന്യൂനേക്കാൾ വേഗത്തിൽ വളരുന്നത്. അപ്പം ഇവിടുത്തെ ചോദ്യം ഇതാണ്: എങ്ങനെ നമുക്ക് ഇതുപോലുള്ള കമ്പനികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും? അപ്പൊ ഇതിനായിട്ട് നമ്മൾ 3 ഫിൽറ്റേഴ്സ് നമുക്ക് നോക്കിയാൽ മതി. ആദ്യത്തെ മാർക്കറ്റ് ക്യാപ് എബോവ് 3000 CR, രണ്ടാമത് 3 year പ്രോഫിറ്റ് ഹയർ ദാൻ 3 year സെയിൽസ് ഗ്രോത്ത്, തേർഡ് വൺ ഓപ്പറേറ്റിംഗ് മാർജിൻ എബോവ് 40%. അപ്പൊ ഈ ഒരു ക്വയർ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ ലിസ്റ്റ് ഇവിടെ കിട്ടും. അപ്പൊ ഇത് നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ബിസിനസ് ഉള്ള കമ്പനികൾ മാനുവലി സെലക്ട് ചെയ്യാം. ഇവിടെ ഈവൻ വാരൻ ബഫറ്റ് അദ്ദേഹത്തിന്റെ ഷെയർ ഹോൾഡർ ലെറ്റർ പറഞ്ഞ് ബെസ്റ്റ് ബിസിനസ് ആണ് വളരുമ്പം അത് കൂടുതൽ എഫിഷ്യന്റും പ്രോഫിറ്റബിൾ ആയിട്ട് മാറുന്നത്. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഗ്രോത്ത് മാത്രമല്ല, ഓപ്പറേറ്റിംഗ് ലിവറേജും ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള 5 കമ്പനികളാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വന്ന് ടിപ്സ് മ്യൂസിക് ആണ്. അപ്പൊ ഈ ഒരു കമ്പനിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ക്ലിയർലി വിസിബിൾ ആണ്. കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് 1.6x വളർന്നിട്ടുണ്ട്, എന്നാൽ എക്സ്പെൻസ് 1.2x മാത്രമേ ഇവിടെ കൂടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റവന്യൂവിന് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് വളരെ പതുക്കെ മാത്രമാണ് ഇവിടെ കൂടിയേക്കുന്നത്. അതുപോലെ ഇവിടെ ഡയറക്ട് ബെനിഫിറ്റ് പ്രോഫിറ്റിലും മാർജിനിലും വിസിബിൾ ആണ്. 2024 ഫൈനാൻഷ്യലിൽ മാർജിൻ 66% 2026 ഫൈനാൻഷ്യലിൽ 73% കൂടി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1.7x കൂടി. അപ്പൊ നമ്മുടെ ROC 122%, അതിൽ ROE നമ്മൾ നോക്കുവാണെങ്കിൽ 92%. അപ്പൊ ഇതിന്റെ അർത്ഥം കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അത്ര തന്നെ അവർ ഏൺ ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി നമുക്ക് നോക്കാം കമ്പനി എന്താണ് ആക്ച്വലി ചെയ്യുന്നതെന്ന്. ഇപ്പൊ നിങ്ങളൊരു സോങ് ഉണ്ടാക്കി, അപ്പൊ അതിന്റെ റൈറ്റ് നിങ്ങൾ തന്നെ ഓൺ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഒരാൾ ഇപ്പൊ യൂട്യൂബിലോ അല്ലെങ്കിൽ സ്പോട്ടിഫൈ പോലത്തെ പ്ലാറ്റ്ഫോമിലൂടെ കേൾക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ പണം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എക്സാക്ട്ലി ഇത് തന്നെയാണ് ടിപ്സ് മ്യൂസിക്കിന്റെ ബിസിനസ്. അതായത് ഓഡിയോ വിഷ്വൽ കോണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്ത് അത് ഡിജിറ്റലി മോണിറ്റൈസ് ചെയ്യും. അപ്പൊ കമ്പനിക്ക് 25-ലധികം ലാംഗ്വേജിലായിട്ട് 34,000-ലധികം സോങ്സിന്റെ വലിയ ലൈബ്രറി ഉണ്ട്. അപ്പൊ ഇവരുടെ റവന്യൂന്റെ 70% യൂട്യൂബ്, സ്പോട്ടിഫൈ, അതിൽ JioSaavn പോലത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനാണ് ഇവിടെ വരുന്നത്. അതേസമയത്ത് 30% നോൺ ഡിജിറ്റൽ റവന്യൂ ആണ്. ഇനി ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ പറയാം. കമ്പനിയുടെ റവന്യൂന്റെ 85% അവർ പഴയ ലൈബ്രറിയിൽ നിന്നാണ് വരുന്നത്. അതായത് പഴയ സോങ്സിൽ നിന്ന് ഈവൻ നമുക്ക് റെക്കറിംഗ് ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് 15% പുതിയ റിലീസിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ടിപ്സ് മെയിൻലി മ്യൂസിക് കാറ്റലോഗ് മോണിറ്റൈസേഷൻ ആണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ അവർ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കോമ്പറ്റീറ്റർ സരിഗമയാണ്. അപ്പോൾ അവർ ഫിലിംസ്, വെബ് സീരീസ്, അതിൽ TV-യിലേക്ക് ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ ഈ ഒരു കൺസർവേറ്റീവ് അപ്രോച്ച് ഫ്യൂച്ചർ ഗ്രോത്ത് ഇവിടെ ലിമിറ്റ് ചെയ്യുക അവരുടെ. ഇനി നമുക്ക് ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നോക്കാം. മ്യൂസിക് ഇൻഡസ്ട്രിയിൽ സബ്സ്ക്രിപ്ഷൻ റവന്യൂ 40 മുതൽ 50% CAGR വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ 14.4 മില്യൺ നിന്ന് 28 to 30 മില്യൺ ആയിട്ട് കൂടാമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ടിപ്സിന്റെ ഡിജിറ്റൽ റവന്യൂന്റെ 10 മുതൽ 15% മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് വരുന്നത്. അപ്പൊ ഇത് സ്ട്രോങ് ഫ്യൂച്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഗ്രോത്ത് കൂട്ടാനായിട്ട് കമ്പനി 2027 ഫൈനാൻഷ്യലിൽ പുതിയ കോണ്ടന്റിൽ ഏകദേശം 80 മുതൽ 90 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റീസെന്റ് ക്വാർട്ടറിലെ റിസൾട്ട്സ് നോക്കാം. Q4 FY26 റവന്യൂ ഇയർ ഓവർ ഇയർ 32% വളർന്ന് 104 കോടിയായി. എബിറ്റ ഇയർ ഓവർ ഇയർ 106% വളർന്ന് 77 കോടിയായി. അതിൽ മാർജിൻ 47% നിന്ന് 74% എക്സ്പാൻഡ് ആയി. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. കോണ്ടന്റ് കോസ്റ്റ് റവന്യൂന്റെ 15.8% ആയിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തെ 23%-നേക്കാൾ നല്ലപോലെ താഴെയാണ്. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വലിയ മൂവീസിന്റെ മ്യൂസിക് റിലീസ് ജാനുവരി നിന്ന് ജൂണിലേക്ക് മാറിയതുകൊണ്ടാണ്. ഇനി ഇവരുടെ ഏറ്റവും വലിയൊരു റിസ്ക് വരുന്നത്, ഇപ്പൊ കമ്പനി കോണ്ടന്റ് വലിയ കോസ്റ്റിന് അക്വയർ ചെയ്തു, പക്ഷെ ഇപ്പൊ ആ ഒരു കോണ്ടന്റ് വിചാരിച്ച പോലെ റവന്യൂ നേടിയില്ലെങ്കിൽ റിട്ടേൺസിന് അത് നല്ല രീതിയിൽ ഇവിടെ ബാധിക്കാം. ഇനി നമ്മുടെ സെക്കൻഡ് കമ്പനി വരുന്നത് IEX ആണ്, അതായത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് 1.4x വളർന്നു, എന്നാൽ എക്സ്പെൻസ് 1.3x മാത്രമേ വളർന്നിട്ടുള്ളൂ. അപ്പൊ മാർജിൻ 84% സ്റ്റേബിൾ ആയിട്ട് നിന്നു. അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1.4x വളർന്നു. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് ഒന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി എക്സ്ചേഞ്ച് ആണ്. ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും ബിഡ് പ്ലേസ് ചെയ്യും. ഇവിടെ കമ്പനി തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യോ അല്ലെങ്കിൽ സെല്ല് ചെയ്യോ ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ഡിസ്കവറിയും ട്രേഡ് മാച്ചിങ് നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഓരോ ട്രാൻസാക്ഷനും ഇവിടെ ഫീസ് ഇവിടെ ഏൺ ചെയ്യും. ഇനി നമുക്ക് ഇവിടെ സെഗ്മെന്റ്സ് നോക്കാം. IEX-ൽ പല പ്രൊഡക്ട്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ സെഗ്മെന്റ് ഡേ ഹെഡ് മാർക്കറ്റ് ആണ്. ഇവിടെയാണ് അടുത്ത ദിവസത്തെ പവർ ട്രേഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് റിയൽ ടൈം മാർക്കറ്റ്. ഇപ്പൊ ഇവിടെ 1 മണിക്കൂർ മുമ്പ് ട്രേഡിംഗ് ഇവിടെ സംഭവിക്കും. ഇതുകൂടാതെ ടേം അഹെഡ് മാർക്കറ്റ്, ഗ്രീൻ മാർക്കറ്റ്, അതിൽ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. 2026 ഫൈനാൻഷ്യല് വോളിയം മിക്സ് റഫ്ലി ഇങ്ങനെയായിരുന്നു. ഡേ അഹെഡ് മാർക്കറ്റ് 39%, റിയൽ ടൈം മാർക്കറ്റ് 34%, ടേം അഹെഡ് മാർക്കറ്റ് 6%. അപ്പൊ ഇതിന്റെ അർത്ഥം
ഇവരുടെ മെയിൻ ബിസിനസ് എഞ്ചിൻ ഇപ്പോഴും ഡേ ഹെഡ് മാർക്കറ്റ്, അതുപോലെ റിയൽ ടൈം മാർക്കറ്റ് ആണെന്നാണ്. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ട്രെൻഡ്, RTM പെട്ടെന്ന് ഇവിടെ വളരുവാണ്. ഇപ്പോൾ വോളിയം ഷെയർ 2022 ഫൈനാൻഷ്യല് 20% 2026 ഫൈനാൻഷ്യല് 34% കൂടി. ഇനി നമുക്ക് ഇവരുടെ ഏറ്റവും വലിയ റിസ്കിലേക്ക് നമുക്ക് വരാം, അതാണ് മാർക്കറ്റ് കപ്ലിംഗ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയിൽ 3 പവർ എക്സ്ചേഞ്ച് ആണ് നമുക്കുള്ളത്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, പവർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതുപോലത്തെ ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ചും. അപ്പൊ മാർക്കറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്ചേഞ്ചിൽ നിന്നുള്ള ബിഡ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൈസ്, അതുപോലെ തന്നെ ഔട്ട്കം തീരുമാനിക്കുന്നതാണ്. അപ്പം ഇന്നെന്താ സംഭവിച്ചത്? ഓരോ എക്സ്ചേഞ്ചിനും സെപ്പറേറ്റ് ഓർഡർ ബുക്ക് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും ഉള്ള എക്സ്ചേഞ്ച് ആണ് ബെസ്റ്റ് പ്രൈസ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് IEX എന്ന ഡോമിനൻസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ മാർക്കറ്റ് കപ്ലിംഗ് ഇംപ്ലിമെന്റ് ആയ എല്ലാ എക്സ്ചേഞ്ചിലുള്ള ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ മാർക്കറ്റ് പ്രൈസ് ഇവിടെ തീരുമാനിക്കും. അതായത് ഒരു സിംഗിൾ എക്സ്ചേഞ്ചിന് പ്രൈസ് ഡിസ്കവറിയുടെ അഡ്വാൻറ്റേജ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയില്ല. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കിവിടെ പറയാനുണ്ട്, മാർക്കറ്റ് കപ്ലിംഗ് ഇതുവരെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് പാർട്ടായ ഇന്ത്യൻ ഗ്യാസ് എക്സ്ചേഞ്ച് പെട്ടെന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. 2022 ഫൈനാൻഷ്യല് വോളിയം 12 മില്യൺ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്സിൽ നിന്ന് 2026 ഫൈനാൻഷ്യല് 76.8 മില്യൺ ആയിട്ട് കൂടി. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്ത് സ്ട്രോങ് ക്ലയന്റ് ബേസും അതിൽ സപ്പോർട്ടീവ് പോളിസീസോടെ ഇത് ബിസിനസിന്റെ ഒരു സ്ട്രോങ് ബിസിനസ് ലൈൻ ആവാം. ഇനി നമുക്ക് IEXന്റെ വാല്യൂഷൻ നമുക്ക് നോക്കാം. കമ്പനിയുടെ PE റേഷ്യോ നിലവിൽ 23.6x ആണ്. അപ്പൊ ഇത് മീഡിയനായ 42.6x നല്ലപോലെ താഴെയാണ്. അപ്പൊ ഇതിന് പ്രധാന കാരണം മാർക്കറ്റ് കപ്ലിംഗ് വരുമെന്നുള്ള ഭയമാണ്. അപ്പൊ കമ്പനി ഇപ്പൊ നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിലും മാർക്കറ്റ് അതിന് കുറഞ്ഞ വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. അതേസമയത്ത് PG റേഷ്യോ 1.2x ഇവിടെ നിൽക്കുന്നത്. അതുപോലെ കമ്പനി ഇപ്പൊ ഏകദേശം 15% വളരുന്നത്. അപ്പൊ മാർക്കറ്റ് ഇപ്പം തന്നെ കമ്പനിക്ക് മാർക്കറ്റ് ഷെയർ കുറയാനുള്ള റിസ്ക് ഓൾറെഡി കൺസിഡർ ചെയ്ത് അത് പ്രൈസിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ മാർക്കറ്റ് കപ്ലിംഗ് വന്നിട്ടില്ല. അപ്പൊ അത് വരുമ്പോൾ പെട്ടെന്ന് വലിയ രീതിയിൽ അത് ബാധിക്കില്ല. ഇനി വന്ന ഷോർട്ട് ടേമിൽ വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ അതേസമയത്ത് മാനേജ്മെന്റിലൂടെ 15 മുതൽ 20% വോളിയം ഗ്രോത്ത് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വാല്യൂഷൻ 23xp റീസണബിൾ ആയിട്ട് ഇവിടെ തോന്നുന്നുണ്ട്. ഇപ്പം ഡിബേറ്റ് ജസ്റ്റ് ഗ്രോത്തിനെ പറ്റി മാത്രമല്ല, കമ്പനിയുടെ ലോങ് ടേം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എത്ര സ്ട്രോങ് ആയിരിക്കും എന്നതാണ്. ഇപ്പം മാർക്കറ്റ് കപ്ലിംഗ് ഡിലേ ആകുമോ അല്ലെങ്കിൽ ലിമിറ്റഡ് ഫോമിൽ ഇംപ്ലിമെന്റ് ചെയ്ത കമ്പനിയുടെ ഫ്രാഞ്ചൈസി പ്രീമിയം, അതായത് ഹൈ വാല്യൂഷൻ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയും. ഇനി ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി ഇവിടെ വരുന്നത് മുത്തൂറ്റ് ഫൈനാൻസ് ആണ്. അപ്പൊ അത് നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒന്ന് മനസ്സിലാക്കാം. 2024 ഫൈനാൻഷ്യൽ തൊട്ട് 2026 ഫൈനാൻഷ്യൽ TTM വരെ റവന്യൂ 1.8x വളർന്നിട്ടുണ്ട്. അതേസമയത്ത് എക്സ്പെൻസ് 1.6x മാത്രമേ ഇവിടെ വളർന്നിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം കോസ്റ്റ് റവന്യൂവിനേക്കാളും പതുക്കെ മാത്രമേ ഇവിടെ വളർന്നിട്ടുള്ളൂ എന്നാണ്. ഫൈനാൻസിംഗ് മാർജിൻ 40% 42% കൂടിയിട്ടുണ്ട്. അതിൽ ഫൈനാൻസിംഗ് പ്രോഫിറ്റ് 1.9x. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് മോഡൽ ഒന്ന് മനസ്സിലാക്കാം. മുത്തൂറ്റ് ഫൈനാൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ഫൈനാൻസിംഗ് കമ്പനിയാണ്. ലോൺ പോർട്ട്ഫോളിയോയുടെ ഏകദേശം 90% ഗോൾഡ് ലോണിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അതേസമയത്ത് ബാക്കി 10% നോൺ ഗോൾഡ് സെഗ്മെന്റ് ലൈക്ക് മൈക്രോ ഫൈനാൻസ്, അതുപോലെ ഹോം ലോൺസിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ 31 ഡിസംബർ 2025 പ്രകാരം കമ്പനിയുടെ ഗോൾഡ് ലോൺ AUM ഇയർ ഓവർ ഇയർ 50% വളർന്ന് 1,39,000 കോടിയായി. ഇപ്പൊ കമ്പനിയുടെ 75% ബ്രാഞ്ചുകളും സൗത്ത് ഇന്ത്യയിലാണ് ഉള്ളത്. ബാക്കിയുള്ളത് വേറെയുള്ള റീജിയൻസിലേക്ക് സ്പ്രെഡ് ആയി ഇവിടെ കിടക്കുവാണ്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഗോൾഡ് സ്റ്റോക്കിന്റെ ഏകദേശം 65% റൂറൽ ഏരിയാസിലാണ്. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫോർമൽ ക്രെഡിറ്റിലേക്കുള്ള ലഭ്യത ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ ഗോൾഡ് വളരെ കൂടുതലുണ്ട്. ഇപ്പം RBI പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനുള്ള അപ്രൂവൽ കൊടുത്തതുകൊണ്ട് കമ്പനിക്ക് റൂറൽ മാർക്കറ്റിൽ ഡയറക്റ്റ് ആക്സസ് ഇവിടെ കൂടും. അപ്പൊ അത് ലോങ് ടേമിൽ നല്ല അഡ്വാൻറ്റേജ് ആണ്. പ്രത്യേകിച്ച് ഗോൾഡ് ബേസ്ഡ് ലെൻഡിംഗ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് സഹായിക്കും. ഇപ്പൊ ലോങ് ടേമിൽ കമ്പനിയുടെ റിസ്ക് ഇവിടെ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ RBIയുടെ 75% LTV, അതായത് ലോൺ ടു വാല്യൂ ലിമിറ്റിന്റെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കറന്റ് ആവറേജ് LTV ജസ്റ്റ് 57% മാത്രമാണ് വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഫ്യൂച്ചറിൽ ഗോൾഡ് പ്രൈസ് വോളറ്റിലിറ്റി വരുമ്പോൾ സ്ട്രോങ് സേഫ്റ്റി കുഷൻ ഉണ്ട്. 9 മന്ത് എൻഡിംഗ് ഫൈനാൻഷ്യൽ 2026 പീരീഡിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓവർ ഇയർ 50% വളർന്ന് 21,362 കോടിയായി. അപ്പൊ ഇവർ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, അതായത് ലെൻഡിംഗ് ബിസിനസ്സിൽ നിന്ന് എത്ര നന്നായിട്ട് അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇത്. അത് 12.51%. അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ 11.57% ആയിരുന്നു. ഇനി നമ്മൾ ഇവരുടെ റിസ്ക് മനസ്സിലാക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മുത്തൂറ്റ് ഫൈനാൻസിന് അവരുടെ ടോട്ടൽ ബ്രാഞ്ചസിന്റെ 57%, അതുപോലെ ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോയുടെ 49% സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇത് കാരണം ഇപ്പൊ ഈ ഒരു റീജിയനിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ബിസിനസിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാം. ഇവരുടെ സബ്സിഡറി ആയ ബെൽസ്റ്റാർ ഹാഫ് ഇയർ എൻഡിംഗിൽ 160 കോടിയുടെ നഷ്ടം ഇവിടെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. എന്നാൽ ക്വാർട്ടർ 3 51 കോടിയുടെ പ്രോഫിറ്റ് ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ സ്റ്റേജ് 3 NPA 4.93%. ഇത് അൺസെക്യൂർഡ് ലെൻഡിംഗ് സെഗ്മെന്റ് സ്ട്രെസ് കൂട്ടുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമ്മുടെ ഫോർത്ത് കമ്പനി വരുന്നത് ഷാലെ ഹോട്ടൽസ് ആണ്. നമുക്ക് ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒന്ന് മനസ്സിലാക്കാം.
കഴിഞ്ഞ 12 മാസത്തിൽ സെയിൽസ് 1.9x വളർന്നു, എന്നാൽ എക്സ്പെൻസ് 1.8x മാത്രമേ വളർന്നിട്ടുള്ളൂ. അപ്പൊ ഇത് കാരണം മാർജിൻ 43% എത്തി. 2025 ഫൈനാൻഷ്യലിൽ ടാക്സിലെ മാറ്റങ്ങൾ കാരണം നെറ്റ് മാർജിൻ ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പം 22% നോർമലൈസ് ആയി. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് ഒന്ന് മനസ്സിലാക്കാം. ഇത് ജസ്റ്റ് ഒരു ഹോട്ടൽ കമ്പനി മാത്രമല്ല, ഹോട്ടൽ പ്ലസ് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് എന്നൊരു ഡബിൾ എഞ്ചിൻ പ്ലേ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ റവന്യൂ മിക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 84% റവന്യൂ ഹോട്ടൽ റൂംസിൽ നിന്നാണ് വരുന്നത്. ബാക്കി ലീസിങ്ങും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ അടുത്ത ക്വാർട്ടറിൽ കൊമേഴ്ഷ്യൽ സെഗ്മെന്റിൽ മാർജിൻ ഇവിടെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇത് ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Q3 FY26 ഷാലെ ഹോട്ടൽസ് 27% ഗ്രോത്ത് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം എബിറ്റ മാർജിനിൽ ഇംപ്രൂവ്മെന്റും. ഇനി നമ്മൾ ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ എസ്റ്റിമേറ്റ്സ് പ്രകാരം ഓവറോൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ 2027 ഫൈനാൻഷ്യലിൽ 7 മുതൽ 9% ഗ്രോത്ത് കാണാം. ഡിമാൻഡ് സപ്ലൈനേക്കാളും മുന്നിൽ നിന്നുകൊണ്ട് ഷാലെ ഹോട്ടൽസ് ലിമിറ്റഡ് അവർ ഹൈ മാർജിൻ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യുകയാണ്, പ്രത്യേകിച്ച് മുംബൈയിൽ. അപ്പൊ ഇത് അഡീഷണലി 1100 മുതൽ 1500 കോടി ആനുവൽ ഇൻകം ഫ്യൂച്ചറിൽ ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇതെന്ന് പറയുന്നത് 2025 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഏകദേശം 88%. അപ്പൊ സെയിം ടൈമിൽ ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റ് സ്കെയിൽ ചെയ്യുന്നുണ്ട്. നിലവിൽ 3300 നിന്ന് 2028 ഫൈനാൻഷ്യൽ 4000 വരെ. എന്നാൽ ഇവിടെ ചില മെയിൻ മെട്രിക്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. 2025 ഫൈനാൻഷ്യൽ വരെ റവന്യൂ പെർ അവൈലബിൾ റൂം സ്റ്റഡി ആയിട്ട് ഇവിടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് കോമ്പറ്റേറ്റേഴ്സിനെക്കാളും താഴെ തന്നെയാണ്. ഇതിന് മെയിൻ കാരണം റൂം റേറ്റ് അതുപോലെ തന്നെ ഒക്യുപ്പൻസി രണ്ടും കമ്പാരിറ്റീവ്ലി ഇവിടെ കുറവാണ്. റീസെന്റ് ക്വാർട്ടേഴ്സിൽ ഒക്യുപ്പൻസി 68% സ്ലിപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ മാനേജ്മെന്റ് പ്രകാരം ഈ ഒരു ഡിപ്പിന്റെ കാരണം സീസണാലിറ്റി, അൺസ്റ്റെബിലൈസ്ഡ് സപ്ലൈ അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടർ ആയിട്ട് ഇവിടെ കണക്കാക്കാം. ഷാലെ ഹോട്ടൽസ് ലിമിറ്റഡിൽ എക്സിക്യൂഷൻ റിസ്ക് ഉണ്ട്. അതായത് കമ്പനി പ്ലാൻ ചെയ്ത പ്രോജക്ട്സ് ടൈമിൽ കംപ്ലീറ്റ് ആവും എന്നതിൽ ഗ്യാരണ്ടി ഇല്ല. ഇവിടെ ലീഗൽ അപ്രൂവൽ ലേറ്റ് ആയതുകൊണ്ട് പ്രൊജക്ട്സ് ഡിലേ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻകം വരുന്നത് ലേറ്റ് ആവുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്നത് BSE ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്ക് ആദ്യം ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒന്ന് മനസ്സിലാക്കാം. 2024 ഫൈനാൻഷ്യൽ തൊട്ട് 2026 ഫൈനാൻഷ്യൽ TTM വരെ സെയിൽസ് 2.6x വളർന്നിട്ടുണ്ട്. അതേസമയത്ത് എക്സ്പെൻസ് 1.9x മാത്രമാണ് വളർന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം റവന്യൂവിന് വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് പതുക്കെയാണ് വളർന്നേക്കുന്നതെന്നാണ്. അപ്പൊ മാർജിൻ 45% 61% എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3.5x നിന്ന് വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് മോഡൽ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എപ്പോഴൊക്കെ ആളുകൾ ഷെയർസ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ലൈക്ക് സെൻസെക്സ് ഓപ്ഷൻസ് BSE ലിമിറ്റഡ് പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യുന്നു, അപ്പോഴൊക്കെ BSE ഒരു ചെറിയ ഫീസ് അവർക്ക് ലഭിക്കും. അപ്പൊ ഇതാണ് അവരുടെ പ്രൈമറി റവന്യൂ സോഴ്സ് വരുന്നത്. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ ചാർജസ് റവന്യൂന്റെ 71% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ കമ്പനി ഇപ്പോൾ IPO ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ BSE ലിസ്റ്റിംഗ് അതുപോലെ തന്നെ ബുക്ക് ബിൽഡിംഗ് ഫീസ് ഇവിടെ ചാർജ് ചെയ്യും. അപ്പോൾ ഇവരുടെ BSE സ്റ്റാർ മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോം ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഓരോ ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്യുന്ന വഴി പണം ഇവർ ഏൺ ചെയ്യും. ഇവിടെ BSE ട്രേഡിംഗ് ഫെസിലിറ്റീസ് ചെയ്യുന്നതിന് പുറമെ അവർ മാർക്കറ്റ് ഡേറ്റയും അൾട്രാ ഫാസ്റ്റ് സെർവർ ആക്സസും സെല്ല് ചെയ്ത് എക്സ്ട്രാ ഇൻകം അവർ ഏൺ ചെയ്യും. ഇവരുടെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ 2023 അവരുടെ ഡെറിവേറ്റീവ് സെഗ്മെന്റ് റീലോഞ്ച് ചെയ്തതായിരുന്നു. ഇപ്പൊ ഗ്രോത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടേഴ്സിൽ അവർ ഡെറിവേറ്റീവ് സെഗ്മെന്റ് പെട്ടെന്ന് സ്കെയിൽ ചെയ്തു. Q1 FY24 അവരുടെ ആവറേജ് ഡെയിലി നോഷണൽ ടേൺ ഓവർ ജസ്റ്റ് 60,000 കോടിയായിരുന്നു. അത് നല്ലപോലെ കൂടി Q3 FY26 2,10,000 കോടിയായി. BSE ലിമിറ്റഡിന് IT ഫോക്കസ് ഇൻഡെക്സിൽ ഡെറിവേറ്റീവ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി സെബിയോട് നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. BSE ലിമിറ്റഡ് റിസ്ക് മാനേജ്മെന്റും കപ്പാസിറ്റിയും ക്ലിയറിംഗ് ഹൗസിന്റെ സ്പീഡും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി BSE അവരുടെ ട്രേഡിംഗ് പ്രോസസിംഗ് ലിമിറ്റ് പെർ മെമ്പർ പെർ ക്ലയന്റ് 3000 നിന്ന് 27,000 ട്രേഡ്സ് പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇതുവഴി ഭാവിയിൽ കൂടുതൽ വോളിയം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ BSE ലിമിറ്റഡിന്റെ കോ ലൊക്കേഷൻ സർവീസ് ഇപ്പോൾ ക്വാർട്ടറിൽ 48 കോടി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വീണ്ടും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കമ്പനി സെർവർ റാക്സ് ഏകദേശം 500 ആയിട്ട് ഇവിടെ എക്സ്പാൻഡ് ചെയ്തു. ഇനി നമ്മൾ ഇവരുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ BSE ലിമിറ്റഡ് ഒരു ഹൈലി റെഗുലേറ്റഡ് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ സെബി റെഗുലേഷനിൽ ഇപ്പോൾ നോൺ കംപ്ലൈൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹെവി പെനാൽറ്റീസും റെപ്യൂട്ടേഷണൽ ഡാമേജും വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ ഇതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള 5 കമ്പനികൾ. ഇപ്പോൾ ഇവിടെ ഗ്രോത്ത് കണ്ടിന്യൂ ആയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് വളരെ വേഗത്തിൽ കോമ്പൗണ്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഡിമാൻഡ് കുറഞ്ഞാൽ മാർജിൻ വേഗത്തിൽ തന്നെ പ്രഷറിലും ആവും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. അതുപോലെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.